അനേകം സാക്ഷികൾ നമ്മളുടെ മുൻപേ കടന്നുപോയിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച്, ക്രിസ്തുവിന് വേണ്ടി മരിച്ച് അനേകം സാക്ഷികൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഡീട്രിച്ച് ബോൺഹോഫർ എന്ന ഒരു യുവാവിനെ കുറിച്ചുള്ള സാക്ഷ്യം വളരെ കുറച്ച് വാക്കുകളിൽ കേൾക്കാൻ പോവുക. ഇദ്ദേഹം മരിക്കുന്നത് 8 ഏപ്രിൽ 1945 2 പട്ടാളക്കാർ വന്ന് അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് അദ്ദേഹം കൂടെയുള്ള തടവുകാരനോട് പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്: ദിസ് ഈസ് ദ എൻഡ്, ബട്ട് ഫോർ മീ ദ ബിഗിനിങ് ഓഫ് ലൈഫ്. ദിസ് ഈസ് ദ എൻഡ്, ബട്ട് ഫോർ മീ ബിഗിനിങ് ഓഫ് ദ ലൈഫ്. ഒന്ന് പറയാമോ? ദിസ് ഈസ് ദ എൻഡ്. മരിക്കാൻ കൊണ്ടുപോവുക. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്യമാണ് ദിസ് ഈസ് ദ എൻഡ്, ബട്ട് ഫോർ മീ ബിഗിനിങ് ഓഫ് ദ ലൈഫ്. ഇത് അവസാനമാണ്, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ആരംഭമാണ്. ഇത് അവസാനമാണ്, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിൻ്റെ ആരംഭമാണ്. എത്ര ശക്തമായ വാക്കുകൾ! ഇദ്ദേഹം ഹിറ്റ്ലർ യൂറോപ്പിൽ 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കി ആ യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കുന്ന രീതിയിൽ രാജ്യങ്ങളെ ഭരിച്ചിരുന്ന സമയത്ത് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു പാസ്റ്ററാണ് ഡീട്രിച്ച് ബോൺഹോഫർ. അപ്പോൾ ഈ ഹിറ്റ്ലർ ജൂതന്മാരാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ തോൽവിക്ക് കാരണമെന്നും ജൂതന്മാരെ അവഗണിക്കണം, അല്ലെങ്കിൽ അവർ ഏറ്റവും മോശക്കാരാണ് എന്ന് മുദ്രകുത്തി ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ ഇടയിലും പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ പല പാരമ്പര്യ സഭ ചർച്ചുമെല്ലാം അതിനോട് കൂടെ നിന്നു. കാരണം ഹിറ്റ്ലറെ തോൽപ്പിക്കുക, ഹിറ്റ്ലറെ എതിർക്കുക സാധ്യമല്ലായിരുന്നു. അതുപോലെ ഒരു ഡിക്റ്റേറ്ററായി നടന്ന സമയത്തെല്ലാം ഈ ഒരു വ്യക്തി പബ്ലിക് റേഡിയോയിലൂടെയും തൻ്റെ സന്ദേശങ്ങളിലൂടെയും എല്ലാം ഇത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ജൂതന്മാർ അവഗണിക്കപ്പെടേണ്ടവരല്ല, അവരെ കൊന്നൊടുക്കേണ്ടവരല്ല എന്ന് പറയുകയും ആ സത്യം വിളിച്ച് പറഞ്ഞതിന്, സത്യത്തിൽ ഉറച്ചു നിന്നതിന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിച്ചു കൊണ്ടുപോയി യഥാർത്ഥത്തിൽ അലൈഡ് ഫോഴ്സസ് വന്ന് ആ ക്യാമ്പ് രക്ഷപ്പെടുത്തുന്നതിന് ഒരു 2-3 ആഴ്ച മുൻപ് ഇദ്ദേഹത്തെ ഹിറ്റ്ലറുടെ സേനകൾ തൂക്കിലേറ്റി. അങ്ങനെയാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇതൊരു അവസാനമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭമാണ്. എത്ര ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിന്ന സാക്ഷികൾ നമ്മുടെ മുൻപിലുണ്ട്. നമുക്കിവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം.